വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങൾ കൂടിയാണ് ദൈവം ഓരോരുത്തരെയും തൻ്റെ വേലയ്ക്ക് വിളിക്കുന്നത്. ജീവിതത്തിൻ്റെ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ളവർ കർത്താവിനെ കണ്ടെത്തി കഴിയുമ്പോൾ തങ്ങളുടെ ജീവിതം കർത്താവിനായി സമർപ്പിക്കുകയും കർത്താവിനെ സേവിക്കുകയും ചെയ്യുന്നു. ദൈവം തങ്ങളോട് സംസാരിക്കുന്ന മുഖാന്തരങ്ങളായി ജീവിതാനുഭവങ്ങളെ അവർ കാണുന്നു. ഈ ലോക ജീവിതത്തിൽ കഷ്ടതയും കണ്ണുനീരും അനുഭവിക്കാത്ത മനുഷ്യരില്ല. നീറുന്ന നിരവധി ശോധനകൾ നമ്മുടെ കണ്ണുകളെ ഈർന്നണിയിക്കുമെങ്കിലും ആശ്വാസത്തിൻ്റെ തീരത്തെത്തുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുന്നു. ഈ വിധ അനുഭവങ്ങളാണ് പ്രശസ്ത ഗായകനായിരുന്ന JV പീറ്ററിനെ ദൈവസ്നേഹത്തിലേക്ക് അടുപ്പിച്ചത്. മദ്രാസിലെ കാതറിയൻ ബൂത്ത് ആശുപത്രിയിലെ ചീഫ് ഫാർമിസ്റ്റായിരുന്ന തൻ്റെ പിതാവ് ജോസഫ് വിശ്വാസം സുവിശേഷ തൽപരനായിരുന്നു. കർത്താവിനെ സാക്ഷീകരിക്കലിന് അദ്ദേഹം ഉത്സുകനായി പ്രവർത്തിച്ചു. ഇദ്ദേഹത്തെ മകനായിട്ടാണ് JV പീറ്റർ പിറന്നത്. 17-ാം വയസ്സിൽ പിതാവും 38-ാം വയസ്സിൽ മാതാവും ഈ ലോകത്ത് നിന്ന് നിത്യയിലേക്ക് പറന്നകന്നു. 12-ാം വയസ്സിൽ സംഗീതോപകരണങ്ങൾ കൈകാര്യം ചെയ്യുവാൻ കഴിവ് സിദ്ധിച്ച പീറ്റർ സിനിമ സംഗീത സംവിധായകനാകണമെന്ന് ചിന്തയാൽ കഴിഞ്ഞു. ഈ ലോകത്തിൻ്റെ ആകർഷണം യൗവനകാലത്ത് മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും തന്നെ അടുപ്പിച്ചു. ഈ മ്ലേച്ഛതകളിൽ ജീവിച്ച അദ്ദേഹത്തെ ദൈവം സന്ദർശിക്കാനിടയായി. 19-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടപ്പോൾ കർത്താവെ, ഞാൻ ഈ കൈകൊണ്ട് ഇനി സിനിമാ പാട്ടിനും മറ്റ് സംഗീതോപകരണങ്ങൾ വായിക്കുകയില്ല എന്ന് പറഞ്ഞ് തന്നെ കർത്താവിനായി സമർപ്പിച്ചു. തിരുക്കെടുത്താൽ വായിച്ചു എന്നെ തിരിതം പോലെ നടത്തിയിടണമേ, നിനക്കായി കരുതും അവൻ നല്ല ഓഹരി, മാറിടാത്ത യേശുനാഥൻ മാറ്റും നിന്റെ വേദന തുടങ്ങി നിരവധി ഗാനങ്ങൾ എഴുതുവാൻ കർത്താവ് തന്നെ ബലപ്പെടുത്തി. ഒരിക്കൽ തിരുവല്ല പട്ടണത്തിൽ ഒരു പരസ്യത്തിന് ശേഷം വലിയ മാനസിക ഭാരത്തോടെ വീട്ടിലെത്തി. 2-3 ദിവസങ്ങൾ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ചെലവിട്ടു. ആ സമയങ്ങളിൽ തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി. എണ്ണി സ്തുതിക്കുവാൻ കാരണമായ നിരവധി നന്മകളെ കണ്ടു. ഏകദേശം 15-ാമത്തെ വയസ്സിൽ ബോൺ കാൻസർ എന്ന മാരരോഗത്തിന് അടിമപ്പെട്ട് 3 ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടും സുഖം പ്രാപിക്കാനാവാതെ പഴുത്ത വ്രണവുമായി 19-ാം വയസ്സിൽ നിരാശയോടെ മരിക്കാൻ പോയ തനിക്ക് ലഭിച്ച ദൈവകൃപയെ നന്ദിപൂർവ്വം ഓർത്തു. കർത്താവിനെ കണ്ടുമുട്ടാനായത് ഭാഗ്യമായി കരുതി. രോഗത്തിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ ലഭിച്ചതും ദൈവം തന്നെ ആയുധമായി ഉപയോഗിക്കുന്നതും സംഗീത ശുശ്രൂഷയെ ദൈവം മാനിക്കുന്നതും ഓർത്ത് തൻ്റെ മനസ്സിൽ സന്തോഷിച്ചു. ഈ വിധ ചിന്തകളാൽ ഹൃദയതന്ത്രികൾ ഈണം പകർന്ന് ധ്യാന ചിന്തകളാൽ ചില അക്ഷരങ്ങൾ കയ്യിലുണ്ടായിരുന്ന പേപ്പറിൽ കുറിച്ചിട്ടു. അങ്ങനെ എണ്ണി സ്തുതിക്കാനുള്ള ഗാനം പറന്നു. എണ്ണമില്ലാത്ത നന്മകൾ നൽകുന്ന ദൈവത്തെ ഓർത്ത് കണ്ണുകൾ നിറഞ്ഞു. അനുഭവത്തിന് മൂശയിൽ ഉരുത്തിരിഞ്ഞ ഈ ഗാനം ഇന്നും അനേക കാര്യങ്ങൾക്ക് ആശ്വാസമായിട്ട് ഇരിക്കുന്നു. തന്നെ ഓരോ ദിവസവും കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാക്കുന്ന ദൈവത്തിൻ്റെ കരുതലിനെ ഓർക്കുവാനിടയായി. ജീവിതത്തിലെ യോർദാൻ കലങ്ങി മറിയുന്ന അനുഭവങ്ങൾ, ജീവിതഭാരങ്ങൾ, അതിൻ്റെ എല്ലാം നടുവിൽ ഏലിയാവിൻ്റെ വിശ്വാസത്തോടെ മുന്നോട്ട് പോകണമെന്ന ചിന്ത തന്നെ ഭരിച്ചു. തനിക്കെതിരായി വരുന്ന ഒരു ആയുധവും ഫലിക്കാതെ വണ്ണം ഒടുവൻ കാര്യങ്ങൾ കാക്കുന്ന കൃപയെ നന്ദിപൂർവ്വം ഓർത്ത് ഈ ഗാനം പാടി തീർത്തു. ഗോസ്ബൽ ടൂണേഴ്സ് എന്ന തൻ്റെ സംഗീത ടീം അനേക വേദികളിൽ കർത്താവിനെ പാടി, അനേകരെ കർത്താവിലേക്ക് നടത്തി. അനേക കോളേജ് വിദ്യാർത്ഥികളെ കർത്താവിൻ്റെ സ്നേഹം അറിയിച്ചു. കുടുംബമായി കർത്താവിനെ സേവിച്ച് എന്നാൽ ഇന്ന് നിത്യയുടെ തീവ്രവത്ത് വിശ്രമിക്കുന്നു. ജീവിതത്തിലെ പ്രതികൂലങ്ങളിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അനേകരെ ഈ ഗാനം ഇന്നും ആശ്വസിപ്പിക്കുന്നു. കൈപ്പേറിയ ജീവിതാനുഭവങ്ങൾ നമ്മെ ബാധിക്കുമ്പോൾ നമുക്ക് ഈ ഗാനം ആശ്വാസമായി തീരട്ടെ. നമുക്കും ഓരോ ദിവസവും നന്മകൾ കരുതുന്ന ദൈവത്തിൽ ആശ്രയിക്കാം. അവിടുത്തെ പാദപീഠം നമുക്കെന്നും ബലം തരുമാറാകട്ടെ.